ഹായ്, ഞാൻ സ്നേഹ. എസ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ റിലേഷൻഷിപ്പ് ടോക്സിക് ആണോ എന്നുള്ളത് പലരും സംശയിക്കാറുണ്ട്. അതായത് ഇപ്പോൾ ടോക്സിക് ആയിട്ട് പോകുന്നുണ്ടോ, എൻ്റെ പാർട്ട്ണർ ഒരു ടോക്സിക് പാർട്ട്ണർ ആണോ, ഇങ്ങനെ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ടോക്സിക് റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നുള്ളത്. ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ചെറിയൊരു വഴക്ക് ഉണ്ടാകുമ്പോഴത്തേക്കും അത് ടോക്സിക് ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് എല്ലാ വഴക്കുകളും ടോക്സിക് ആവണമെന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ചില പെരുമാറ്റങ്ങൾ ആവർത്തിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ അത് ടോക്സിക് ആയി മാറാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ടോക്സിക് റിലേഷൻഷിപ്പിന്റെ ചില സൂചനകളിൽ ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അവരോട് എന്തെങ്കിലും പറയാനായിട്ട് പേടി തോന്നുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളും അവരോട് തുറന്നു പറയണം എന്നൊരാഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. പക്ഷെ അത് ചോദിക്കാനോ പറയാനോ ഭയങ്കര ഒരു ടെൻഷനും പേടിയൊക്കെ നമുക്കുണ്ടാവും. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുമോ, അവർക്കത് ഇഷ്ടപ്പെടുമോ, ഇനി അത് അടുത്തൊരു പ്രശ്നമായിട്ട് വരുമോ, അങ്ങനെയൊക്കെ നമുക്ക് ഒരു 10 പ്രാവശ്യമെങ്കിലും ഒന്ന് ആലോചിക്കേണ്ടി വരും അത് ചോദിക്കണോ വേണ്ടേ എന്നുള്ളത്. പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ടാവില്ല. അത്തരത്തിൽ നമുക്ക് നമ്മുടെ പാർട്ട്ണർ അടുത്ത് ഓപ്പൺ ആയിട്ട് കാര്യങ്ങളൊന്നും ചോദിക്കാനോ പറയാനോ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പാർട്ട്ണർ ടോക്സിക് പേഴ്സൺ ആയതിന്റെ ഒരു സൂചനയായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു പേടി ഉണ്ടാവില്ല. ചെറിയ രീതിയിൽ ഇപ്പൊ നമുക്ക് തന്നെ തോന്നും, അയ്യോ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യോ എന്നുള്ളത്. അത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ്. അവിടെ നമുക്ക് വേറെ പേടിയൊന്നും ഉണ്ടാവില്ല. അതായത് അവരിത് വേറെ പ്രശ്നമാക്കി എടുക്കുമോ ഇങ്ങനെയുള്ള രീതിയിലുള്ള പേടികളൊന്നും നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ ഒരു ടോക്സിക് പാർട്ട്ണർ ആണ് നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു ആശങ്ക, അതായത് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും വിചാരിക്കുമോ എന്നതിനേക്കാൾ ഉപരി അത് അവരൊരു പ്രശ്നമാക്കി എടുക്കുമോ എന്നുള്ള രീതിയിലുള്ള പേടിയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. സോ എന്തെങ്കിലും കാര്യം തുറന്നു പറയാനോ ചോദിക്കാനോ ഉള്ള ഭയം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിന്റെ ഒരു സൂചനയായിട്ട് നമുക്ക് എടുക്കാം. രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആത്മവിശ്വാസം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അതായത് നമുക്ക് തന്നെ ഫീൽ ചെയ്യും, അയ്യോ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഞാൻ ഓക്കെ അല്ല. ആ രീതിയിൽ നമുക്ക് സ്വയം നമ്മുടെ ഒരു സെൽഫ് വാല്യൂ അത് നമുക്ക് മനസ്സിലാവാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ കുറച്ച് കാണുന്ന ഒരവസ്ഥയായിരിക്കും ഇവിടെ ഉണ്ടാവുക. ആത്മവിശ്വാസം വളരെയധികം കുറഞ്ഞു പോയിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ് മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെപ്പോഴും നമ്മളെ ആ രീതിയിലായിരിക്കും നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. നമ്മുടെ അടുത്ത് പറയുന്നതും അങ്ങനെ ആയിരിക്കും, നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റില്ല, അതായത് നീ ഓക്കെ അല്ല, നിനക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. ആ രീതിയിൽ നമ്മളെ തളർത്താൻ അവർക്ക് വളരെയധികം കഴിവുണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരും, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ വിലയിരുത്തുന്നത് ഞാൻ ഓക്കെ അല്ല, അതായത് ഞാനൊരു ഓക്കെ ആയിട്ടുള്ള പേഴ്സൺ അല്ല, ബാക്കിയുള്ളവരെ പോലെ അല്ല, എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല, അല്ലെങ്കിൽ സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഒരാളല്ല ഞാൻ, ഈ രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. ആരെയും ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് പോലും നമുക്ക് ഉണ്ടാവണം എന്നില്ല. മൂന്നാമത്തെ ഒരു കാര്യം, അമിത നിയന്ത്രണം അവരുടെ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ആരോട് സംസാരിക്കണം, എവിടെ പോകണം, എന്ത് ധരിക്കണം, ഏത് രീതിയിൽ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറണം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ രീതിയിൽ എല്ലാ കാര്യങ്ങളും നമ്മളെ നിയന്ത്രിക്കാനായിട്ട് അവർ തുടങ്ങുന്നു. അപ്പൊ നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു രീതിയിലുള്ള ഫ്രീഡം ഉണ്ടാവില്ല. നോർമലി ഒരു മനുഷ്യന് ഫ്രീഡം എന്നുള്ളത് അത്യാവശ്യമാണ്, അതൊരു മനുഷ്യന്റെ അവകാശമാണ്. പക്ഷെ ആ ഒരു അവകാശം പോലും നമുക്ക് കിട്ടാത്തൊരവസ്ഥ, അതുപോലും കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അവരതിന് ശ്രമിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ എല്ലാ കാര്യങ്ങളിലും നമ്മളെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ, അതായത് ശരിക്കും നമ്മുടെ ജീവനുള്ള ഒരു വസ്തുവാണ്, പക്ഷെ നമ്മൾ ചെയ്യുന്നതൊക്കെ മറ്റൊരാൾ പറയുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അവര് ചിന്തിക്കുന്ന, അവര് പറയുന്ന കാര്യങ്ങൾ മാത്രം അനുസരിച്ച് ജീവിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് നമ്മൾ മാറുന്നു എന്നുള്ളതാണ്. ഒരു യന്ത്രം എന്നൊക്കെ പറയില്ല, ആ രീതിയിലായിട്ട് നമ്മൾ മാറുകയാണ് ചെയ്യുക. നമ്മുടേതായിട്ടുള്ള ഒന്നും തന്നെ നമുക്ക് തീരുമാനിക്കാൻ, അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം പോലും നഷ്ടമാവുക. സോ നിയന്ത്രണം അവിടെ കാണാൻ പറ്റും. നാലാമത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങളായിരിക്കും കുറ്റക്കാരനായി മാറുന്നത്. തെറ്റാര് ചെയ്തു കഴിഞ്ഞാലും അവിടെ കുറ്റം നിങ്ങളുടെ തലയിലായിരിക്കും, നിങ്ങളാണ് അത് ചെയ്തത് എന്നുള്ള രീതിയിലായിട്ട് അത് മാറും എന്നുള്ളതാണ്. അവരൊരിക്കലും അവരുടെ തെറ്റ് അംഗീകരിക്കില്ല, അവര് സോറി പറയൂല, നിങ്ങൾ സോറി പറയേണ്ടി വരും. നിങ്ങൾ ആ ഒരു ഇപ്പൊ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടി വരും. ഒരിക്കലും അവര് ഒന്ന് താഴ്ന്നു തരികയോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ മുൻകൈ എടുക്കുക ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും നിങ്ങളെ തന്നെ, അതായത് നിങ്ങൾ തന്നെ നിങ്ങളെ പഴിചാരിക്കൊണ്ടിരിക്കുകയാണ്, ഞാനാണ് തെറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എല്ലാത്തിനും കുറ്റക്കാരൻ, ഉത്തരവാദി നിങ്ങളാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ എല്ലായിടത്തും അല്ലെങ്കിൽ എപ്പോഴും
കുറ്റക്കാര് നിങ്ങൾ മാത്രമായിട്ട് ഇവിടെ മാറുന്നുണ്ടായിരിക്കും. അഞ്ചാമത്തെ ഒരു പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ബഹുമാനമില്ലാത്ത പെരുമാറ്റമാണ്. എപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ കളിയാക്കുക, കൊച്ചാക്കി കാണിക്കുക, അപമാനിക്കുക, ഈ രീതിയിൽ ബഹുമാനമില്ലാതെ ആയിരിക്കും നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നുണ്ടാവുക. ചിലപ്പോൾ മോശം വേർഡ്സ് യൂസ് ചെയ്ത് സംസാരിക്കും. ഇപ്പൊ നിങ്ങൾ തനിച്ചാവുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ വഴക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ വിളിച്ചു പറയുന്നുണ്ടായിരിക്കും, അവരും അങ്ങനെ ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പക്ഷേ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ വെച്ച് എപ്പോഴും റെസ്പെക്റ്റോട് കൂടിയിട്ട് നിങ്ങൾ പെരുമാറണം. നിങ്ങൾ മാത്രം ഉണ്ടാകുമ്പോഴും നിങ്ങൾ റെസ്പെക്ട് കീപ്പ് ചെയ്യണം. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മൾ റെസ്പെക്ട് എന്ന് പറയുന്നത് എപ്പോഴും റെസ്പെക്റ്റോട് കൂടിയിട്ട് പെരുമാറാൻ ശ്രമിച്ചേ പറ്റൂ. പക്ഷെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയോ? അവിടെ റെസ്പെക്റ്റ് ഉണ്ടാവില്ല. അതായത് ഇതിൽ വിക്ടിം ആവുന്ന ഒരു പേഴ്സൺ ഉണ്ടല്ലോ, അവരെപ്പോഴും അവർക്കായിരിക്കും ഇങ്ങനെ അപമാനവും കുറ്റപ്പെടുത്തലൊക്കെ വന്നുകൊണ്ടിരിക്കുക. മറ്റാള് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ആ ടോക്സിക് ആയിട്ടുള്ള പേഴ്സൺ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കളിയാക്കാൻ ശ്രമിക്കും. അതിലൊക്കെ അവർ ഭയങ്കര സന്തോഷം കണ്ടെത്താണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ തീരെ ബഹുമാനമില്ലാതെ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ടോക്സിക് പേഴ്സൺ ആയിട്ട് കാണാം. ഇനിയിപ്പോൾ ചില ആളുകളുണ്ട്, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വഴക്കുണ്ടായി എന്ന് വെച്ചോ, അപ്പൊ അതിന്റെ ദേഷ്യത്തില് ആ ഒരു സമയത്ത് മാത്രം ചിലപ്പോൾ കളിയാക്കി നോക്കിയിരിക്കും. ഇപ്പോൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ ഉണ്ടാകുമ്പോഴും ചിലപ്പോൾ കളിയാക്കും. അത് അപ്പോഴത്തെ ഒരു ദേഷ്യപ്പുറത്ത് ചിലർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ഫസ്റ്റേ പറഞ്ഞല്ലോ, ചില പെരുമാറ്റങ്ങൾ അത് ആവർത്തിച്ച് കാണുന്നുണ്ടെങ്കിൽ അത് ടോക്സിക് ആവാം. ഇപ്പോൾ ഈ പറഞ്ഞ അപമാനം എന്ന് പറയുന്ന കാര്യം അല്ലെങ്കിൽ ബഹുമാനം ഇല്ലാതെ പെരുമാറുക എന്നുള്ളത് ഒരു പ്രാവശ്യമൊക്കെ ആണെങ്കിൽ നമുക്കത് ഓക്കെ എന്ന് പറയാം. പക്ഷെ അത് എപ്പോഴും അവരെങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടോക്സിക് പേഴ്സന്റെ ഒരു സൂചന തന്നെയാണ്. ആറാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമോഷൻസിനെ അവർ യാതൊരു വിലയും നൽകില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് സന്തോഷത്തേക്കാൾ കൂടുതൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സങ്കടം മാത്രമായിരിക്കും എപ്പോഴും കിട്ടിയിട്ടുണ്ടാവുക. ഇപ്പോൾ നിങ്ങൾ എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും, നിങ്ങളിപ്പോൾ ഓപ്പണായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പോലും അത് അവരോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാലും അവർക്കത് പ്രശ്നമേ ഇല്ല, അവരത് കാര്യമാക്കി എടുക്കുകയില്ല എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങൾക്ക് അവിടെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്തെടുത്താൽ പോലും ചിലപ്പോൾ കിട്ടണം എന്നില്ല. ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും ഹാപ്പി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളുടെ എണ്ണമായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിന് വാല്യൂ തരാത്തൊരു റിലേഷൻഷിപ്പാണ് അങ്ങനെ ഒരു പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ കൂടുതലും വിഷമം മാത്രമാണ് ഉണ്ടായിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ടോക്സിക് റിലേഷൻഷിപ്പ് ആണോ എന്നുള്ളത്. പക്ഷെ ഒരിക്കലും നിങ്ങൾ ഇപ്പോൾ ഞാൻ ഫസ്റ്റേ പറഞ്ഞല്ലോ, ചെറിയൊരു വഴക്ക് വന്നു എന്നുള്ളത് കൊണ്ട് ഇത് ടോക്സിക് റിലേഷൻഷിപ്പ് ആവാം എന്ന് വിചാരിക്കരുത്, അങ്ങനെ വിലയിരുത്തരുത്. പക്ഷെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എപ്പോഴും അങ്ങനെ ആവർത്തിച്ച് നമുക്ക് അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് ടോക്സിക് റിലേഷൻഷിപ്പ് ആവാം. ഇത് നിങ്ങൾ ആദ്യമേ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെ അവർ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ആദ്യം നമ്മൾ വിചാരിക്കും സ്നേഹക്കൂടുതലാണ് എന്നുള്ളത്. അങ്ങനെ സ്നേഹക്കൂടുതലാണ് എന്നുള്ള ചെറിയൊരു ചിന്തയിൽ നിങ്ങൾ അതിനെ വിടാതിരിക്കുക. അത് കൃത്യമായിട്ട് അവരുടെ പെരുമാറ്റം മുഴുവനായിട്ടും നിങ്ങളൊന്ന് നിരീക്ഷിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ടോക്സിക് റിലേഷൻഷിപ്പ് ആയിട്ട് തോന്നുവാണെങ്കിൽ ആദ്യമേ തന്നെ ഓക്കെ ആക്കാൻ ശ്രമിക്കുക. കാരണം കുറെ കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് ഓക്കെ ആക്കാൻ പറ്റണം എന്നില്ല. അപ്പൊ അതിന് എല്ലാവരും ഒന്ന് മുൻകരുതലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ഒന്നും ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ, ഹെൽത്തി ഹാപ്പി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.